അദ്ദേഹം മന്ത്രിയായിരിക്കുന്ന സമയത്ത് നടത്തിയിട്ടുള്ള വളരെ ഗുരുതരമായ ഒരു അഴിമതി പിടിക്കപ്പെടാൻ പോകുന്നു, അത് പുറത്തു വരാൻ പോകുന്നു എന്നതിൻ്റെ വെപ്രാളത്തിലാണ് അദ്ദേഹം ഇപ്പോൾ എനിക്കെതിരെ നിരന്തരമായ ആക്ഷേപങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. നേരത്തെ ബന്ധു നിയമനത്തിന്റെ സമയത്ത് കേരള നിയമസഭയിൽ അദ്ദേഹം പറഞ്ഞത്, ഞാൻ തെറ്റുകാരനാണെന്ന് കണ്ടാൽ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കുന്നതാണ്. നിയമസഭയിലാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം തെറ്റുകാരനാണെന്ന് രാഷ്ട്രീയ ആരോപണമല്ല. അദ്ദേഹം പറയുന്നത് പോലെ ഏതെങ്കിലും ഒരു ലോകായുക്തയിലെ ഒരു വ്യക്തിയല്ല. 2 ലോകായുക്ത, കേരള ഹൈക്കോടതി, രാജ്യത്തെ പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതി എല്ലാം അദ്ദേഹം കുറ്റക്കാരനാണെന്ന് കണ്ടെത്തുകയും അദ്ദേഹം നാണം കെട്ട് രാജിവെക്കുകയും ചെയ്തു. പക്ഷേ പൊതുപ്രവർത്തനം ഇന്ന് വരെ അദ്ദേഹം അവസാനിപ്പിച്ചിട്ടില്ല. എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ജനങ്ങളുടെ ഔദാര്യത്തിലാണ് അദ്ദേഹം ഇപ്പോൾ പൊതുമണ്ഡലത്തിൽ നിൽക്കുന്നത്. ഈ അഴിമതി കൂടി പുറത്തു വന്നാൽ തലയിൽ മുണ്ടിട്ട് നടക്കേണ്ടി വരുമോ എന്ന ഭീതി, വെപ്രാളം, അതാണ് ഇപ്പോൾ അദ്ദേഹത്തിന് പിടികൂടിയിരിക്കുന്നത്. ഒരു മനുഷ്യന് വെപ്രാളം വരുമ്പോൾ പിന്നെ പറയുന്നതിൽ പരസ്പര വിരുദ്ധമായ കാര്യങ്ങളുണ്ടാവും, മനോനില തെറ്റിയതുപോലെ പെരുമാറും. അപ്പോൾ നോക്കൂ, അദ്ദേഹം എനിക്കെതിരെ പറഞ്ഞിരിക്കുന്നത്, ഒന്ന്, ഫിറോസിന് എന്താണ് കൂലി, ഫിറോസിന് എന്താണ് വേല, ഫിറോസ് എങ്ങനെയാണ് സ്ഥലം വാങ്ങിച്ചത്, ഫിറോസ് എങ്ങനെയാണ് വീട് വെച്ചത്, ഇതായിരുന്നു ചോദ്യം. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം തന്നെ ഉത്തരം പറയാണ്, ഫിറോസിന് ട്രാവൽസ് ഉണ്ട്, ഫിറോസിന് വില്ല പ്രോജക്റ്റ് ഉണ്ട്, ഫിറോസിന് സ്ഥാപനങ്ങളുണ്ട്. അപ്പോൾ പരസ്പര വിരുദ്ധമായ കാര്യങ്ങളാണ് അദ്ദേഹം പറയുന്നത്. അത് കഴിഞ്ഞ് അദ്ദേഹം പറയുന്നത്, ഫിറോസ് ഇടക്കിടക്ക് വിദേശയാത്ര നടത്തുന്നുണ്ട്. എന്തിനാണ്? പാസ്പോർട്ട് പരിശോധിക്കണം. അത് കഴിഞ്ഞ് അദ്ദേഹം പറയാണ്, ഫിറോസിന് വിദേശത്ത് വിസയുണ്ട്, ദുബായിൽ വിസയുണ്ട്, അവിടെ ജോലിയുണ്ട്, അവിടുന്ന് ശമ്പളമുണ്ട്, TA ഉണ്ട്. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം പറയുന്നത്, കൊപ്പത്തുള്ള യൂത്ത് ലീഗ് പ്രവർത്തകർ എന്നോടൊരു കാര്യം അറിയിച്ചു. പട്ടാമ്പി കൊപ്പത്ത് ഫിറോസിന് ഒരു ഫ്രൈഡ് ചിക്കൻ കടയുണ്ട്, എമ്മി. അത് കഴിഞ്ഞ് അദ്ദേഹം പറഞ്ഞു, ഹൈലൈറ്റ് മാളിൽ ഫിറോസിനൊരു കടയുണ്ട്, അതും എമ്മി. ഇതെല്ലാം ഷാഡോ ആണ്, ബിനാമിയെ വെച്ച് നടത്തുകയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ആദ്യമേ ഞാൻ പറയട്ടെ, ഞാൻ ബിസിനസ് ചെയ്യുന്ന ആളാണ്, ഞാൻ തൊഴിൽ ചെയ്യുന്ന ആളാണ്, എനിക്കതിൽ അഭിമാനമുള്ള ആളാണ്. മാത്രമല്ല, എൻ്റെ പാർട്ടി സഹപ്രവർത്തകരോട് പാർട്ടി യോഗങ്ങളിൽ ഞാൻ പറയാറുള്ളൊരു കാര്യം, രാഷ്ട്രീയം ഉപജീവനമാക്കരുത്, തൊഴിൽ ചെയ്യണം, ബിസിനസ് ചെയ്യണം എന്നാണ്. എനിക്ക് KT ജലീലിനോടും പറയാനുള്ളതാണ്, തൊഴിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണം, എന്തെങ്കിലുമൊക്കെ ബിസിനസ് ചെയ്യണം. എത്ര കാലം എന്ന് വെച്ചിട്ടാണ് സ്വന്തം മോളെ കല്യാണത്തിന് പോലും സ്വന്തം ഭാര്യയിൽ നിന്ന് കടം വാങ്ങുക, എന്നിട്ടത് മാസാമാസം തിരിച്ചടക്കുക? നാണക്കേടല്ലേ? എന്തെങ്കിലുമൊക്കെ സ്വന്തമായിട്ട് ചെയ്യേ, നിങ്ങളും ചെയ്യണം. പക്ഷേ ഒരു കാര്യമുണ്ട്, അഴിമതിയല്ല, സ്വജനപക്ഷപാതമല്ല, പൊതുമുതൽ അപഹരിക്കലല്ല, സ്വന്തം നിലക്ക് തൊഴിലോ ബിസിനസ്സോ ഒക്കെ ചെയ്യാൻ അദ്ദേഹം തയ്യാറാണ്. പിന്നെ അദ്ദേഹം പറഞ്ഞത്, ഈ പട്ടാമ്പിയിലെ കൊപ്പത്തെ യൂത്ത് ലീഗ് പ്രവർത്തകർ ഇങ്ങനൊരു എമ്മി പ്രവർത്തിക്കുന്ന കാര്യം അദ്ദേഹത്തെ രഹസ്യമായി അറിയിച്ചു എന്നാണ്. എന്തിനാണ് അദ്ദേഹം കൊപ്പത്തെ യൂത്ത് ലീഗുകാരോട് ചോദിച്ചത്? കൊപ്പത്തെ CPMകാരോട് ചോദിച്ചാൽ മതിയല്ലോ. കൊപ്പത്തെ CPMകാരെ അതിന്റെ ഉദ്ഘാടനത്തിനടക്കം അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, അതിന്റെ ബിൽഡിംഗ് ഓണർ എടുത്ത് പോയത് ഞാനാണ്, അതിന്റെ ലൈസൻസിന്റെ കാര്യങ്ങൾക്ക് പോയത് ഞാനാണ്. അതുമാത്രമല്ല, അവിടുത്തെ CPMകാര്, അവിടുത്തെ കോൺഗ്രസ്സുകാര്, അവിടുത്തെ ഒരു ബിസിനസ് ആകുമ്പോൾ നമ്മൾ ബിസിനസ്സിൽ രാഷ്ട്രീയം ഇല്ലല്ലോ. നമ്മളൊരു സ്ഥാപനം, ഇപ്പോൾ ലീഗുകാരുടെ സ്ഥാപനത്തിൽ ലീഗുകാർ മാത്രമാണോ കയറുക? അങ്ങനെ അല്ലല്ലോ, അങ്ങനെ പാടില്ലല്ലോ. നമ്മളൊരു സാധനം വാങ്ങുന്നത്, ഞാനൊരു ഹോട്ടലിൽ കയറുമ്പോൾ അല്ലെങ്കിൽ ഒരു കടയിൽ കയറുമ്പോൾ എൻ്റെ പാർട്ടിക്കാരാണോ എന്ന് നോക്കിയിട്ടല്ല, നമ്മൾ എല്ലാ കടയിലും കയറും. രാഷ്ട്രീയം നോക്കാതെ നമ്മൾ ബിസിനസ്സിൽ പങ്കാളികളാകും. അതുപോലെ തന്നെ നമ്മൾ സ്ഥാപനത്തിന്റെ ഉദ്ഘാടനത്തിന്, ഈ പട്ടാമ്പിയിലെ കൊപ്പത്തെ എമ്മിയുടെ ഉദ്ഘാടനത്തിന് ഞാനാണ് CPM നേതാക്കന്മാരെ വിളിച്ചത്. ഞാനാണ് അവിടുത്തെ എല്ലാ പാർട്ടിയുടെയും വ്യാപാരി വ്യവസായിയുടെയും നേതാക്കന്മാരൊക്കെ വിളിച്ചത്. എന്തിനേറെ പറയുന്നു, ആ ഉദ്ഘാടനത്തിൽ പങ്കെടുക്കേണ്ടിയിരുന്ന മുഖ്യാതിഥി പട്ടാമ്പി MLA
അദ്ദേഹത്തെ നേരിട്ട് ക്ഷണിച്ചത് ഞാനാണ്. ഞാൻ ബിനാമി വെക്കുന്ന ഒരു സ്ഥാപനത്തിൽ ഞാൻ ഇവരൊക്കെ എൻ്റെ എതിരാളികളെ, രാഷ്ട്രീയ എതിരാളികളെ ഞാൻ പോയി ക്ഷണിക്കുമോ? പിന്നെ അദ്ദേഹം പറയാണ് തിരുനാവായുള്ള മുഹമ്മദ് അഷ്റഫ് ആണ് ബിനാമി. എൻ്റെ അടുത്ത സുഹൃത്തും എൻ്റെ പാർട്ട്ണറുമാണ്. എൻ്റെ ബിനാമി അദ്ദേഹമാണ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തെ അപമാനിക്കലാണ്. കാരണം അദ്ദേഹം ദീർഘകാലം വിദേശത്ത് കഠിനാധ്വാനം ചെയ്ത് നല്ലൊരു യുവ സംരംഭകനാണ്. അദ്ദേഹത്തിൻ്റെ ബിനാമി ഞാനാണെന്ന് പറഞ്ഞാൽ പിന്നെയും കുറച്ചൊക്കെ ഒരു പഞ്ചുണ്ടാവും. അദ്ദേഹത്തെ എൻ്റെ പാർട്ട്ണർമാരെ അപമാനിക്കുക. നിങ്ങൾ ആലോചിക്കണോ? എന്നിട്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുക, പാർട്ട്ണർമാർ സൂക്ഷിച്ചോ, അവരുടെയൊക്കെ പുറകെ അന്വേഷണ ഏജൻസി വരാൻ പോകുന്നു. കാരണം വെപ്രാളം വന്നിട്ട് ആള് അങ്ങ് ഒരു ബോറനാവുമെന്ന് പറയില്ലേ. എൻ്റെ ഒരു പാർട്ട്ണർ വീടിൻ്റെ പരിസരത്ത് പോയി അയാളെ കുറിച്ച് അവിടുന്ന് അന്വേഷിക്കുക, എൻ്റെ സ്ഥാപനങ്ങളിൽ പോയിട്ട് അവിടുന്ന് ഫോട്ടോ എടുക്കുക, എന്നിട്ട് അത് പരസ്യപ്പെടുത്തുക. എന്തെല്ലാം പ്രവൃത്തികളാണ് അദ്ദേഹത്തിന് തന്നെ അറിയുന്നില്ല എന്തൊക്കെയാണ് ഇപ്പൊ ചെയ്യേണ്ടതെന്ന്. പിന്നെ അദ്ദേഹം പറയുന്നത് കൊപ്പത്തെ എമ്മിയുടെ ലൈസൻസ് അഷ്റഫിന്റെ പേരിലാണ്. എല്ലാ പാർട്ട്ണർമാരുടെയും പേരിൽ ലൈസൻസ് ഉണ്ടാവും. എന്തെങ്കിലുമൊക്കെ ബിസിനസ് ചെയ്യേണ്ട, എന്നാലല്ലേ ഇത് അറിയുള്ളൂ.